ഇക്കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കിയ ഷഫ്നയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷഫ്ന, കൺഗ്രാറ്റ്സ്. താങ്ക് യു. എത്രയായിരുന്നു മോളുടെ നീറ്റ് സ്കോർ? എത്രയായിരുന്നു? ഓൾ ഇന്ത്യ 1368. ഓൾ ഇന്ത്യ റാങ്ക്. എങ്ങനെ ബ്രില്ലിലെ മോള് ഓൺലൈൻ റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു അല്ലേ? എങ്ങനെയാണ് ഓൺലൈൻ ബാച്ചിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഓൺലൈൻ ബാച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഓഫ്ലൈൻ എക്സാമുകൾ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അത് കിട്ടും. പിന്നെ പറയുന്നത് നമുക്ക് തന്നെ ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കാൻ പറ്റും. ഓൺലൈൻ ആകുമ്പോൾ ഞാൻ രണ്ടാമത്തെ വർഷം ഓൺലൈൻ റിപ്പീറ്ററായിട്ട് ആദ്യത്തെ വർഷത്തിൽ തന്നെ എനിക്ക് 608 സ്കോറായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ജസ്റ്റ് മിസ്സായി. അന്നേരം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ സെപ്റ്റംബറിൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ തുടങ്ങി. ഓൺലൈൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻറ്റിൻ്റെ ടൈം ടേബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷെഡ്യൂൾഡായിട്ട് അവർ തരുന്ന പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള പോലത്തിൽ. പിന്നെ പറയുന്നത് റാങ്ക് അനൗൺസ്മെൻറ്റ് മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചിൻ്റെ കോർഡിനേറ്റർ അജയ് സർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും തന്നെ ഒരു വിശ്വാസം വരും. അപ്പം അങ്ങനെ പഠിച്ച് കിട്ടി. സന്തോഷം. മോള് എക്സ്പെക്ട് ചെയ്ത സ്കോർ തന്നെയായിരുന്നു ഇത്? അതെ, ഞാൻ കഴിഞ്ഞ വർഷം 608 ഈ വർഷം എന്തായാലും എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഈ വർഷം അവിടെ കിട്ടുമെന്ന് ശരി. മോളുടെ ഡ്രീം ക്യാമ്പസ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണ് അല്ലേ? ഓക്കെ. മോളുടെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഞാനിവിടെ അടുത്ത് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ അതുവരെ. പിന്നെ +1 മോളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? മാത്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ ജെയേക്കാൾ എനിക്ക് ഡോക്ടർ ആവാന്നുള്ളത് ഇഷ്ടം. അതുകൊണ്ട് മാത്സ്. പക്ഷേ ഫിസിക്സിൽ അത് കുറേ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാൽക്കുലേഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയില്ല. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ചെറുപ്പത്തിലുള്ള എംബിഷൻ തന്നെയായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത്? അതെ. അപ്പം അങ്ങനെ വെറുതെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും പറയുമ്പോൾ. പിന്നെ +1 എത്തിയപ്പോഴാണ് സീരിയസ് ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗോളുണ്ട്, ഇങ്ങനെ ഒരു ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ മോള് ഓഫ്ലൈൻ തിരഞ്ഞെടുക്കാതെ ഓൺലൈനിലേക്ക്? മോക്ക് കംഫർട്ടബിൾ ഓൺലൈൻ ആയിരുന്നോ? അത് ഞങ്ങൾ കൊറോണ വെച്ചായിരുന്നു 10ാം ക്ലാസ്സിൽ SLC ചെയ്തുമ്പോൾ. അത് കഴിഞ്ഞിട്ട് +1 +2 ഒക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, ഓൺലൈനായിരുന്നു. അന്ന് പിന്നെ +2 കഴിഞ്ഞിട്ട് ഈ പാലയിലേക്ക് പോകാൻ ആദ്യം വിചാരിച്ചിരുന്നു. പിന്നെ നോക്കുമ്പോൾ എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഓൺലൈൻ പഠിച്ചിട്ട് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തന്നെ ഇങ്ങനെ ടൈം ടേബിൾ എനിക്ക് തന്നെ ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഇഷ്ടം, മറ്റൊരുത്തർ പറഞ്ഞിരുന്നതിനേക്കാൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓൺലൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ട്രൈ ചെയ്ത് ആദ്യത്തെ വർഷം 608 മാർക്ക് കിട്ടി. പിന്നെ ഈ വർഷം ഒന്നും കൂടെ ഇതാക്കി 700 മാർക്ക് കിട്ടി. മോളുടെ സ്റ്റഡി പ്ലാൻ, ടൈം ടേബിൾ? അത് ഇപ്പോൾ ബ്രില്യൻറ്റിൽ നമുക്ക് വീക്ക്ലി ഒരു ഷെഡ്യൂൾ കിട്ടുമല്ലോ, വീക്ക്ലി എക്സാമിൻ്റെ. അതനുസരിച്ചിട്ട് നമുക്ക് ഒരു ആഴ്ചക്ക് ഇത്ര പഠിച്ചു തീർക്കണമെന്ന് ആദ്യം ഒരു ഇതുണ്ടാകും. പിന്നെ ഓരോ ദിവസം രാത്രി നമ്മളിങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കും ഉറങ്ങാൻ പോകുന്നത്. ചിലപ്പോൾ അത് എഴുതിയേക്കും, ചിലപ്പോൾ എഴുതാതെ തന്നെ നമ്മളിങ്ങനെ വിചാരിക്കും. അങ്ങനെ എല്ലാ ദിവസവും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാകുമ്പോൾ ഏകദേശം അവിടെ എത്താൻ പറ്റും. അങ്ങനെ നമ്മുടെ ടൈം ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് പഠിക്കുന്നതുകൊണ്ട് കുറേ അങ്ങനെ കുഴപ്പാതെ പഠിക്കാൻ പറ്റും. ഇപ്പം നീറ്റ് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മോക്ക് എന്തായിരുന്നു മോളുടെ ഫീലിംഗ്? എന്തായിരുന്നു? നീറ്റ് എക്സാം എനിക്കിപ്പോൾ ഈസി ആയിരുന്നു. ഞാൻ ബ്രില്യൻറ്റിലൊക്കെ നല്ല ടഫുള്ള എക്സാമൊക്കെ ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. പക്ഷേ പിന്നെ 2-3 ക്വസ്റ്റ്യനിൽ അത് പോയല്ല. പിന്നെ ഇവിടെ വന്ന് ബ്രില്യൻറ്റിന് ആൻസർ കേക്ക് നോക്കിയപ്പോൾ ആദ്യം എനിക്ക് 705 സ്കോർ ആയി ആറ്റംസിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പോൾ ഹാപ്പി ആയിരുന്നു. എന്തായാലും കോഴിക്കോട് കിട്ടിയല്ല ഇങ്ങനെ വിചാരിച്ചിട്ട് സന്തോഷമായിരുന്നു. അവർക്ക് ഹാപ്പിയാണ്, അവർക്ക് ഇഷ്ടം ഞാനിവിടെ അടുത്ത് തന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കോർ ഹാപ്പിയാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ഒരു സങ്കടം അത് നല്ലതിനായി തോന്നുന്നു. ഇപ്പം വീക്ക്ലി എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ മോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അതായത് ഡെയിലി എടുക്കുന്ന ടോപ്പിക്സ് ആണോ
ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയത്, അല്ലെങ്കിൽ വീക്ക്ലി എക്സാംസിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്തത്? അത് ഞങ്ങൾക്ക് വീക്കിലി എക്സാമിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആ ഒരാഴ്ച എടുക്കുന്നത് തന്നെയായിട്ടിരിക്കും. അപ്പോൾ അന്നൊന്നും എടുക്കുന്നതപ്പോൾ തന്നെ പഠിച്ചു പോകും. പിന്നെ അതിൽ ശനിയാഴ്ച ലീവ് കിട്ടുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പിന്നെ അതിൽ പഠിക്കാൻ ബാക്കിയുള്ളത് പഠിക്കും. പിന്നെ ഈ വർഷം എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞ വർഷത്തെ ഒരു ടച്ച് ഉള്ളതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ വർഷം അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അധികം ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ബ്രില്യൻറ്റിനായി മെറ്റീരിയൽസ് മാത്രം തന്നെ അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ബ്രില്യൻറ്റിൽ നടന്ന മോഡൽ എക്സാംസിലൊക്കെ നമുക്ക് ഈ മാർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇരുന്നുണ്ടായിരുന്നത്? ഇല്ല, അത് എക്സാമിൻ്റെ ലെവൽ പോലെ 600 to 705 വരെ കിട്ടിയിരിക്കുന്നു മോഡൽ എക്സാമിൽ. ഈസി ആണെങ്കിൽ 700, 695 അങ്ങനെ കിട്ടും. ഭയങ്കര ടഫുള്ള എക്സാമിൻ്റെ ദിവസം 605, ഒരു പ്രാവശ്യം 600. എന്താ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാംസിനെ പറ്റിയല്ലോ നമുക്ക് എന്താ അഭിപ്രായം? നല്ല എക്സാംസാണ്. എന്താ ഓരോ എക്സാം വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്തതൊക്കെ ബയോളജിന്ന് ചില ലൈൻ നമ്മളങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടാവും. ഇവർ എക്സാമിന് അത് ഇടുമ്പോൾ നമ്മൾ ആ പേജ് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുന്നത്. അപ്പോൾ ഓരോ എക്സാമിനും കണ്ട ക്വസ്റ്റ്യനേക്കാളും പുതിയ പുതിയ മോഡലുകൾ കണ്ടിട്ട് നമ്മളത് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അങ്ങനെ പഠിച്ച് അങ്ങനെ നോക്കുമ്പോൾ നീറ്റ് എക്സാം ഒരു എളുപ്പമായിട്ട് തോന്നും. പിന്നെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ്, ഈ ലേണിംഗ് ആപ്പ്, എനിക്ക് ബ്രില്യൻറ്റിൻ്റെ എല്ലാ മെറ്റീരിയൽസിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ വർഷം അവിടെ പഠിച്ചപ്പോൾ പിന്നെ രണ്ടാമത് അവിടെ തന്നെ ചേർന്നത്. പിന്നെ ഈ ലേണിംഗ് ആപ്പിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ഈ ലേണിംഗ് ആപ്പ് ഞാൻ ഈ ഫോണിൽ ചെയ്യുന്നതിനേക്കാളും ഞാൻ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങുമ്പോൾ അതിൻ്റെ തലേന്ന് പ്രിപ്പറേറ്ററി മോഡൽ ഉണ്ടാവും. ആ എക്സാമില്ല ഈ ലേണിംഗ് ആപ്പിൽ അത് മൊത്തം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നീറ്റ് എക്സാമിൻ്റെ തലേന്ന് വരെയുള്ള എല്ലാ മോഡൽ എക്സാമും പ്രിപ്പറേറ്ററി മോഡൽ എഴുതാറുണ്ട്. ഈ ലേണിംഗ് ആപ്പിൽ പിന്നെ ഡൗട്ട് ചോദിക്കാം, നല്ല ഇതാണ്, അവിടെ ഫാക്കൽറ്റീസ് പറഞ്ഞു തരും. പിന്നെ ഇവരെ ക്ലാസ് തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൻ്റെ എന്താ പറയുക, അതിന് നമുക്കൊരു തിയറി ബേസ് മനസ്സിലാക്കി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കത് കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ. അതിൽ എനിക്കൊന്ന് അവരത് പറഞ്ഞു തരുന്നതും പിന്നെ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു കൺസെപ്റ്റ് നമുക്ക് ഓക്കെ ആവും. പിന്നെ ഏതൊരു ടൈപ്പ് വരുമ്പോൾ നമുക്കത് ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മോള് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഫുൾ NCERT തന്നെയാണോ നോക്കിയിരുന്നത്? ബയോളജിക്ക് NCERT തന്നെ ഫുള്ള്. കെമിസ്ട്രി പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിക്ക് NCERT, പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രിക്കും. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ്, നോട്ട്, അത് അങ്ങനെ NCERT നോക്കാറില്ല. ഫിസിക്സിന് NCERT അങ്ങനെ നോക്കാറില്ല. പിന്നെ ചില പോർഷൻസ് എടുത്ത് നോക്കും. ചിലതിൻ്റെ ആ എക്സസൈസ് ഒക്കെ നോക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടിയില്ല. ബ്രില്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്യാറ്, മെറ്റീരിയൽസ് ക്വസ്റ്റ്യൻസ്, നോട്ട്സ്. പിന്നെ ബ്രില്യൻറ്റ് മോള് പറഞ്ഞു മോഡൽ എക്സാംസിനൊക്കെ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ വരലുണ്ട്. അപ്പോൾ ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവും. എങ്ങനെയാണ് എക്സാം എങ്കിൽ അപ്പോൾ പക്ഷേ സാർ ഇങ്ങനെ ഓരോ എക്സാം കഴിഞ്ഞിട്ട് പറയും, ഇതുപോലെ ഒന്നല്ല നിങ്ങളെ നീറ്റ് എക്സാം ഉണ്ടാവുക, നിങ്ങളൊരു ഡോക്ടർ ആവേണ്ട ആൾക്കാരാണ്, അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവണം, ഒരു എക്സാം കഴിയുമ്പോഴത്തേക്ക് അപ്പാട് ടെൻഷൻ ആകരുത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അന്ന് തന്നെ അത് കൂളാവും. അതുകൊണ്ട് എല്ലാ ബ്രില്യൻറ്റിൻ്റെ മീറ്റിംഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എല്ലാ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അജയ് സാർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇത് പറയും, ഇങ്ങനെ മോഡൽ എക്സാം കഴിഞ്ഞ വർഷമൊക്കെ 500 സംതിങ് കിട്ടിയ ആൾക്കാർക്കൊക്കെ 600 വരെ പോയിട്ടുണ്ട്. അവർക്ക് MBBS എടുത്തിട്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു ദിവസം എന്തായാലും എക്സാം എഴുതാനല്ല, അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ടെൻഷൻ ആവാതിരുന്നാൽ നമുക്ക് എത്രയും ബെറ്ററായിരിക്കും അറിയും. ഇനി നമുക്ക് ഷഫ്നയുടെ പേരൻസിനെയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെയും പരിചയപ്പെടാം. ഇത് ഷഫ്നയുടെ ഉമ്മ, ഷഫ്നയുടെ ബ്രദർ, പിന്നെ ഉമ്മയുടെ ബ്രദർ. ഷഫ്നയുടെ ഈ സ്കോർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഷഫ്നയ്ക്ക് നല്ല മാർക്ക് കിട്ടിയാൽ നല്ല സന്തോഷമുണ്ട്. നല്ലൊരു സ്കോറാണ് കിട്ടിയത്. 700 മാർക്ക് കിട്ടിയേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചെറിയത്തെ പഠിക്കാൻ നല്ല താല്പര്യമൊക്കെ ഉളെ ഭാഗം നോക്കുകയേ വേണ്ട, ഉളകം പഠിച്ചോളൂ. ഇപ്പോൾ ഇപ്രാവശ്യത്തെ നീറ്റ് റിസൾട്ട് വന്നപ്പം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് എന്താ തോന്നിയത്? ടെൻഷൻ ഉണ്ടായിരുന്നു? നല്ല ടെൻഷനാണ്. ഷെഫിന് ഒരുപാട് ദിവസം ഭക്ഷണം വരെ കഴിക്കില്ല. ടീച്ചറുകൾക്ക് വിളിച്ച് പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. മൂഡ് ഓഫ് ആയിട്ട് ഒന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇനി പരീക്ഷ പിന്നെ എഴുതിക്കുന്ന ഈ മാർക്കെല്ലാം പിന്നെ കുറഞ്ഞു വരും. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ തന്നെയാണ്. എനിക്കും ഭയങ്കര ടെൻഷനാണ് ഉള്ള കാര്യത്തിൽ. പിന്നെ അതെല്ലാം റെഡിയായി ആദ്യം റിസൾട്ടിൽ വന്നേരാ സമാധാനമായത്. എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ്? ഷെഫിനെ തന്നെ പറഞ്ഞിട്ട് അറിഞ്ഞാൽ
മുന്നേ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഇവിടെ ഡോക്ടറാണ് എപ്പം പറയും ഒക്കെ തന്നെയാണ് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ പറയും വേറെ തന്നെ ഫീൽഡ് എത്ര ആയതുകൊണ്ട് നേഴ്സിംഗ് അതെല്ലാം ഇല്ലേ, അന്നേരം ഒക്കെ പറ്റില്ല. എനിക്ക് ഡോക്ടർ തന്നെയാണ്, ഞാൻ അങ്ങനെ പഠിച്ചാൽ അതന്നെ ഒക്കെ ഭയങ്കര ഒരു ഇതാ താല്പര്യം. ഓഫ്ലൈൻ ബാച്ചിൽ ചേർക്കാതെ എന്തുകൊണ്ട് ഓൺലൈൻ ബാച്ച് തന്നെ തിരഞ്ഞെടുത്തു? ആ ഷെഫിനൊക്കെ ഇഷ്ടം, ഓളെ ഇഷ്ടത്തിന് ചേർന്നു. ഒക്കെ ഭയങ്കര ആഗ്രഹം. പോയി പഠിക്കുന്ന അത്ര താല്പര്യമില്ല, ഓൺലൈനിൽ തന്നെ പഠിച്ചോളൂ. ഓളെ വിടുന്ന മോളെ പറ്റി നോക്കാം, ഓളെ തന്നെ ഇരുന്ന് എല്ലാ സമയം പഠിക്കും. ഭക്ഷണം കഴിക്കുവാനും വേറെ കുറച്ച് ടൈം ഉണ്ടാവും, ബാക്കി ഫുൾ ടൈം പഠിപ്പ് തന്നെ. രാത്രി ഓർമ്മയിൽ ഒരുപാട് ലേറ്റ് ആയിട്ടല്ല ഓർമ്മ, സമയത്തെല്ലാം പഠിക്കാം. നല്ലോണം പരിശ്രമിച്ചു. അപ്പം രാത്രി ലേറ്റ് നൈറ്റ് വരെ ഇരുന്നിട്ട് രാവിലെ എത്ര അവേഴ്സ് സ്ലീപ്പ് ഉണ്ടാവലുണ്ട്? പഠിക്കുന്ന സമയത്ത് സ്ലീപ്പും കുറവ് തന്നെ, നല്ലോണം പഠിക്കും. രാത്രി ഒരു 11-12 മണി, ചിലപ്പോൾ 5 മണിവരെല്ലാം പഠിച്ചിട്ട് രാവിലെ കുറച്ച് ഉറങ്ങിയിട്ട് 10 മണിക്ക് എണീച്ച് പിന്നെ പഠിപ്പ് തുടങ്ങും. ഉറക്കെല്ലാം കുറവ്. ഇപ്പം പരീക്ഷ കഴിഞ്ഞാൽ നല്ലോണം ഉറങ്ങലെല്ലാം തുടങ്ങും. നിങ്ങൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ആ സമയത്തെല്ലാം ഉള്ള 1 മണിക്കെല്ലാം ഉറങ്ങും. ഫുൾ ടൈം പഠിപ്പ് തന്നെ ഉണ്ടാവും. നീറ്റ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഉണ്ട്. അവൾ നല്ലോണം ശ്രമിക്കും, നല്ലോണം പരിശ്രമിക്കുന്നത് പെട്ടെന്ന്. ഓള് വേറൊന്നും ശ്രദ്ധിക്കില്ല, പഠിപ്പ് തന്നെ നോക്കുക. എല്ലാ സമയം പഠിപ്പ്. എവിടെ പോകണം, കല്യാണം എന്നോട് പോരൂല. ഓളെ എവിടെ കിട്ടിയാൽ പോകേണ്ടിട്ടും പോയി എല്ലാം പഠിപ്പ് തന്നെ നോക്കുക. എങ്ങനെ ഷഫ്നയുടെ ഈ സ്കോറിലെത്തിയപ്പോൾ എങ്ങനെ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല സന്തോഷമാക്കി. ഫാമിലിയുടെ മൊത്തത്തിൽ സപ്പോർട്ടാണ്. അത് മാത്രമല്ല നമ്മളെ ഫാമിലിയിൽ തന്നെ ഒരു മിടുക്കിയാണ് ഇവള്. അവൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ തന്നെയല്ല കോഴ്സ് തന്നെയല്ല ചെയ്തത്, അവിടെ തന്നെ. അതിലവൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടാത്തത് കൊണ്ടാണ് അവൾ പിന്നെ ചെയ്തത്. അവൾക്ക് പ്രതീക്ഷയുണ്ട്, നമുക്ക് അതിലേക്കാട് കൂടെ പ്രതീക്ഷയുണ്ട്, മാർക്ക് കൂടും. അതുപോലെ തന്നെ നിങ്ങളെ ഈ ബ്രില്യൻ്റ് നല്ല ടീച്ചിങ്ങാണ് ചെയ്യുന്നത്. അത് അവൾക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങളെ ഈ ഫോളോ അപ്പ് ചെയ്തിട്ട് ഡെയിലി. പിന്നെ അവൾക്ക് കുറേ കമ്പനിക്കാരുണ്ട് നിങ്ങളെ ഈ ഇതിലെ ടീച്ചേഴ്സെല്ലാമായിട്ട്. അവൾ എല്ലാം ചോദിക്കുന്നതൊക്കെ പെട്ടെന്ന് മറുപടി അങ്ങനെ കൊടുക്കുന്നതെല്ലാം ഞാൻ കാണാറുണ്ട് ഇവിടെ വന്നാൽ. പിന്നെ അവർക്ക് ഈ പ്രാവശ്യം ഭയങ്കര ടെൻഷനായ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൾ ഉദ്ദേശിച്ച പോലെ തന്നെ മാർക്ക് കിട്ടി. പിന്നെ ഈ ഫലം വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതിൽ 5 മാർക്ക് അവൾക്ക് 5 മാർക്ക് അങ്ങ് പോയി കയറി. അത് ഇവൾ പറയുന്നത് വെച്ചാൽ ഒരു തെറ്റായ തീരുമാനം അത് എടുത്തതെന്നാണ് ഇവളിപ്പം പറയുന്നത്. കാരണം വെച്ചാൽ അവൾ എത്രയോ 100-150 റാങ്ക് ബാക്കിലേക്ക് ഇവൾ പോയത് 5 മാർക്ക് കൊണ്ട്. ഒരു 5 മാർക്കാണ് പോയിട്ടുള്ളെങ്കിലും. പിന്നെ കഴിഞ്ഞ വർഷം അവൾക്ക് ഗവൺമെൻറ് തന്നെ പഠിക്കേണ്ടിയിട്ട് 2ാമത്തെ ശ്രമം നടത്തിയത്. അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെങ്കിലും അവൾ ഉദ്ദേശിച്ച 10ആണ്, 10 അവൾ ഉദ്ദേശിച്ചത്. 5 മാർക്ക് കുറഞ്ഞു. പിന്നെ ഈ 5 മാർക്ക് പോയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എത്രയാലും അങ്ങനത്തെ ഒരു തീരുമാനം അടുത്ത വർഷം ഈ ഇങ്ങനെ എക്സാമിൽ വരാണ്ടിരുന്നാൽ ഈ ഫാമിലിക്ക് ഇങ്ങനെ ഇവളെ തന്നെ ഉറക്കില്ല, എല്ലാ സമയവും ടെൻഷൻ, ഭക്ഷണം കഴിക്കില്ല, എപ്പം പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് വെച്ചാൽ ടെൻഷൻ കൊണ്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വർഷം അങ്ങനത്തെ ഒരു ഇല്ലാണ്ടിരിക്കട്ടെ. ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു തീരുമാനം എടുക്കണം. കാരണം വെച്ചാൽ ഇത് എല്ലാ ഫാമിലിക്കും അഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇത് മാത്രമല്ല, എത്രയോ ആയിരക്കണക്കിന് കുട്ടികളെ റാങ്ക് താഴത്തോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവൾക്ക് തന്നെ 100-150 എത്ര പോയിട്ടുണ്ട്? 200 റാങ്ക് ബേക്കിലേക്ക് പോയി. 5 മാർക്ക് പോകുമ്പോൾ അത് ഇവളെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് 24 മണിക്കൂർ പഠിക്കാന്ന് വെച്ചാൽ പഠിച്ചിട്ട് തന്നെ ജയിച്ചതാ അവള്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കായിരുന്നു ആദ്യം ആഗ്രഹം ഡോക്ടറാണെന്ന്. അപ്പം ആദ്യം ഇവർക്ക് അങ്ങനെ സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ +2-ലൊക്കെ നല്ല ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പാലയിൽ തന്നെ എനിക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാൻ പറ്റി. പിന്നെ അത് അവർക്കും കൂടെ ഒരു ആഗ്രഹമായി എന്നെ കണ്ടിട്ട്. പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും. പഠിക്കാനാണെങ്കിലും ഞാൻ ഇവിടെ ഫുൾ ടൈം പഠിക്കാനാണ്, എല്ലാ പണിയും ഉമ്മ എടുക്കുന്നത്. അങ്ങനെ എല്ലാ സപ്പോർട്ടും അവർ തന്നു. എല്ലാവരോടും ഇപ്പോൾ താങ്ക്സ് പറയുന്നു. പിന്നെ ബ്രില്യൻ്റ് ടീമിനോട് എല്ലാവരോടും ഇപ്പോൾ ഒരുപാട് സന്തോഷം. എന്താണ് ഈ 2025 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് മോക്ക് പറയാനുള്ളത്? നീറ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാർ പേടിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീറ്റ് 24 അത് ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ ഞാൻ ആദ്യം പറയും. ഞങ്ങൾ റിസൾട്ട് വരുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ പിന്നെ റിസൾട്ട് വന്നിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ നീറ്റ് എക്സാമിന് മുമ്പേ ഉള്ള ടെൻഷനേക്കാളും കൂടുതൽ റിസൾട്ട് വന്നതിന് ശേഷമായിരുന്നു ഞങ്ങൾക്ക് പറയുന്നത്. ഇപ്പോഴത്തെ റിസൾട്ടിൽ മാർക്ക് അത് ചേഞ്ച് ചെയ്തത് എനിക്ക് അത്ര തോന്നില്ല. ഇനി എല്ലാ വർഷവും കോമ്പറ്റീഷൻ കൂടുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫീൽഡിലും നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു.
ഏത് ഫീൽഡിലാണെങ്കിലും കഴിഞ്ഞ വർഷത്തേക്ക് LBS അലോട്ട്മെൻറ്റ് എല്ലാത്തിലും ഇൻഡെക്സ് മാർക്കൊക്കെ കഴിഞ്ഞ വർഷം കിട്ടിയ ആൾക്കാർക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു കടന്നെടുത്തുകൊണ്ട് ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടാണ്. അതിന് നമ്മൾ പേടിച്ച് നിൽക്കാതെ എന്തായാലും 27 റാങ്ക് വരെയുള്ള ആൾക്കാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ അതിലൊരുത്തർ നമുക്കും ആവാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് പറ്റും. ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.